പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ Canonന്റെ ഇങ്ക് ടാങ്ക് കളർ പ്രിന്ററായ Canon PIXMA G3012 എന്ന പ്രിന്ററിന്റെ ഡ്രൈവർ എങ്ങനെ ഡൗൺലോഡ് ചെയ്ത് ഇൻസ്റ്റാൾ ചെയ്ത് ഉപയോഗിക്കാം എന്നതിനെക്കുറിച്ചുള്ള ഒരു വീഡിയോ ആണ്. വീഡിയോ കാണുമ്പോൾ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഫോളോ ചെയ്യുക, കമന്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ നേരെ വീഡിയോയിലോട്ട് പോകാം. ഏതെങ്കിലും ഒരു ബ്രൗസർ ഓപ്പൺ ചെയ്ത് ഗൂഗിളിൻ്റെ ഹോം പേജ് എടുക്കുക. അവിടെ Canon സപ്പോർട്ട് ഇന്ത്യ എന്നുള്ളത് ടൈപ്പ് ചെയ്ത് സെർച്ച് എന്നുള്ളത് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ ഫസ്റ്റ് തന്നെ Canon സപ്പോർട്ട് ഇന്ത്യയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റ് കാണാൻ സാധിക്കും. അപ്പോൾ വെബ്സൈറ്റ് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് അത് ഓപ്പൺ ചെയ്യുക. നമുക്ക് ഏറ്റവും സിമ്പിളായിട്ട് നമുക്കിവിടെ കാണാൻ കഴിയും സെർച്ച് ബൈ മോഡൽ നെയിം എന്നുള്ള ഏറ്റവും സിമ്പിളായ മെത്തേഡാണ്. അപ്പോൾ നമ്മളവിടെ നമ്മുടെ പ്രിൻ്ററിൻ്റെ മോഡൽ നെയിം ടൈപ്പ് ചെയ്ത് കൊടുക്കുക. പക്ഷേ പ്രത്യേകം ശ്രദ്ധിക്കുക, Canon G3012 തന്നെ ഒരു പ്രിൻ്റർ സോഫ്റ്റ്വെയർ അല്ലെങ്കിൽ ഡ്രൈവർ വരുന്നില്ല. അതിന് സ്യൂട്ടായിട്ടുള്ളത് Canon PIXMA G3010 എന്ന സീരീസ് തന്നെയാണ് അതിന് വരുന്നത്. അപ്പോൾ നിങ്ങളവിടെ ടൈപ്പ് ചെയ്യുന്ന സമയത്ത് G3010 എന്നുള്ള ടൈപ്പ് ചെയ്താൽ മാത്രമേ താഴെ ലിസ്റ്റ് കാണിക്കുകയുള്ളൂ. സപ്പോസ് ഞാനിപ്പോൾ G3012 എന്നുള്ളത് ടൈപ്പ് ചെയ്ത് കാണിച്ചു തരാം, പക്ഷേ അത് അവിടെ ലിസ്റ്റിൽ വരുന്നുണ്ടാവില്ല. രണ്ടിനും ഒരേ ഡ്രൈവർ തന്നെയാണ് വരുന്നത്. ചെറിയൊരു അപ്ഡേഷൻ്റെ വ്യത്യാസം കൊണ്ടാണ് G3010 G3012 വരുന്നത്. രണ്ടും സെയിം പ്രിൻ്റർ തന്നെയാണ്, സെയിം സ്പെസിഫിക്കേഷനും കാര്യങ്ങളൊക്കെ സെയിം ആയിട്ടാണ് വരുന്നത്. പ്രിൻ്റർ പർച്ചേസ് ചെയ്യുന്ന സമയത്ത് 2 ബോട്ടിൽ ഇങ്ക് ഫ്രീ ആയിട്ടുണ്ടാകും. G3012ൻ്റെ കൂടെ G3010ൻ്റെ കൂടെ ആ ഇങ്ക് 2 ബോട്ടിൽ ഇങ്ക് ഫ്രീ ആയിട്ടുണ്ടാവില്ല. ആ ഒരു ചെറിയ വ്യത്യാസമാണ് എനിക്ക് കണ്ടിട്ട് തോന്നുന്നത്. ഞാൻ ഇവിടെ ടൈപ്പ് ചെയ്യുന്ന സമയത്ത് G3012 എന്ന മോഡൽ ടൈപ്പ് ചെയ്യുന്ന സമയത്ത് അവിടെ ലിസ്റ്റ് കാണിക്കുന്നില്ല. G3010 എന്ന ലിസ്റ്റ് മാത്രമേ കാണിക്കുന്നുള്ളൂ. അപ്പോൾ നമ്മൾ ടൈപ്പ് ചെയ്ത് താഴെ കാണിക്കുന്ന പേര് സെലക്ട് ചെയ്യുന്നതോടുകൂടി ഡ്രൈവർ ഡൗൺലോഡ് ചെയ്യാനുള്ള പേജിലോട്ട് പോയിട്ടുണ്ട്. ഇവിടെ നമുക്ക് ആദ്യം ചെയ്യാനുള്ളത് നമ്മൾ ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഏതാണെന്നുള്ളത് സെലക്ട് ചെയ്ത് കൊടുക്കണം. ഇവിടെ വിൻഡോസിൻ്റെയും മാക്കിൻ്റെയും കുറേ വെർഷൻസ് ഇവിടെ കാണിക്കുന്നുണ്ട്. അപ്പോൾ നമ്മളിപ്പോൾ വീഡിയോയിൽ പരിചയപ്പെടുത്തുന്നത് വിൻഡോസിലാണ്. അപ്പോൾ വിൻഡോസിലാണെങ്കിൽ ഇതേപോലെ ബ്രാക്കറ്റിൽ ഡിറ്റക്റ്റഡ് എന്ന് എഴുതി കാണിക്കുന്നുണ്ടാവും. അപ്പോൾ അതായിരിക്കും നിങ്ങളെ വിൻഡോസിൻ്റെ ഓപ്പറേറ്റിംഗ് സിസ്റ്റം വരുന്നത്. അതൊക്കെ സെലക്ട് ചെയ്തതിന് ശേഷം ഈ കാണുന്ന സെർച്ച് എന്നുള്ളത് ക്ലിക്ക് ചെയ്യുമ്പോൾ ഈ പേജ് ഒന്നുകൂടി റീലോഡ് ആവുന്നതാണ്. അവിടെ നിങ്ങൾക്ക് കാണാൻ 2-3 ഫയൽസ് കാണിക്കുന്നുണ്ട്. അതിൽ സെൻറ്ററിൽ കാണുക, അതായത് സെക്കൻഡായിട്ട് കാണുന്ന ഈ ഫയലില്ലേ 90 MB, ആ ഫയൽ ക്ലിക്ക് ചെയ്യുക. ആ ഫയൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ നെക്സ്റ്റ് പേജിലോട്ട് പോകും. അവിടെ ഡൗൺലോഡ് എന്ന് ക്ലിക്ക് ചെയ്യുന്നതോടുകൂടി നമ്മുടെ ഫയൽ ഡൗൺലോഡിങ് ആവുന്നത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. കുറച്ച് നേരം വെയിറ്റ് ചെയ്ത് നമ്മുടെ ഫയൽ ഡൗൺലോഡിങ് ആവും. ആ ഡൗൺലോഡ് ചെയ്ത ഫയലിൻ്റെ അവിടെ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുമ്പോൾ അത് എക്സ്ട്രാക്ട് ചെയ്തുകൊണ്ട് സോഫ്റ്റ്വെയർ ഓപ്പൺ ആയി വരും. ഇൻസ്റ്റാളേഷൻ സോഫ്റ്റ്വെയർ ഓപ്പൺ ആയി വന്നിട്ടുണ്ട്. അത് നമുക്കിവിടെ നെക്സ്റ്റ് എന്നുള്ളത് ക്ലിക്ക് ചെയ്യാം. താഴെ കാണുന്ന കണ്ടില്ലേ, ഏത് ഇതാണെന്നുള്ളത് ഇവിടെ സെലക്ട് ചെയ്ത് കൊടുക്കുക. ഞാൻ ഏഷ്യ എന്നുള്ളത് സെലക്ട് ചെയ്താണ് നെക്സ്റ്റ് എന്നുള്ളത് ക്ലിക്ക് ചെയ്തു. ഇവിടെ യെസ് എന്നുള്ളത് കൊടുക്കുക. അപ്പോൾ നമ്മൾ ഫയൽ ഇൻസ്റ്റാളിങ് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. പ്രത്യേകം ശ്രദ്ധിക്കുക, നിങ്ങൾ USB കേബിൾ കണക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ദയവ് ചെയ്ത് അത് റിമൂവ് ചെയ്യണം. ഈ സോഫ്റ്റ്വെയർ ഇൻസ്റ്റാൾ ചെയ്യുന്ന അവസാന ഭാഗത്ത് വന്ന് നമ്മോട് USB കേബിൾ കണക്ട് ചെയ്യാൻ പറയും. ആ സമയത്ത് മാത്രമേ കണക്ഷൻ ചെയ്യാൻ പാടുള്ളൂ. യെസ്, കണ്ടില്ലേ, ഇവിടെ ഏത് ടൈപ്പ് കണക്ഷൻ മെത്തേഡാണ് നിങ്ങൾക്ക് വേണ്ടതെന്നാണ് ചോദിക്കുന്നത്. നെറ്റ്വർക്ക് പ്രിൻ്ററാണ് നിങ്ങൾക്ക് റൗട്ടറിലേക്ക് കണക്ട് ചെയ്യാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് വയർഡായിട്ട് USB ആയിട്ട് നിങ്ങൾക്ക് കണക്ട് ചെയ്യാവുന്നതാണ്. ഞാൻ USB ജസ്റ്റ് സെലക്ട് ചെയ്തു, നെക്സ്റ്റ് എന്നുള്ളത് ക്ലിക്ക് ചെയ്തു. ഓക്കെ, ഈ സമയത്താണ് മാത്രമേ നമ്മൾ USB കേബിളും പ്രിൻ്ററിലും കമ്പ്യൂട്ടറിലും നമ്മൾ കണക്ട് ചെയ്യാൻ പാടുള്ളൂ. അപ്പം ഈ സമയത്ത് മാത്രം കണക്ട് ചെയ്യുക. അതിന് മുമ്പ് നിങ്ങൾ കണക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ റിമൂവ് ചെയ്യുക. നിങ്ങൾ കണക്ട് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടെ നിങ്ങൾക്ക് നെക്സ്റ്റ് മെസ്സേജ് കാണിക്കും, കണക്ഷൻ സക്സസ്ഫുള്ളി എന്നുള്ളത് കാണിക്കുന്നതാണ്. അപ്പോൾ കുറച്ച് നേരം ഒന്ന് വെയിറ്റ് ചെയ്യണം. സിസ്റ്റത്തിന് ചെറിയൊരു ഹാങ്ങിങ് ഉണ്ട്. കണക്ട് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതേപോലെ നെക്സ്റ്റ് സ്റ്റെപ്പിലേക്ക് പോകുന്നതാണ്. എന്നിട്ട് ഇതേപോലെ ഇൻസ്റ്റാളേഷൻ കോൺഫിഗറേഷൻ സക്സസ്ഫുള്ളി എന്ന് കാണിക്കും. താഴെ കാണുന്ന കംപ്ലീറ്റഡ് എന്നുള്ളത് ക്ലിക്ക് ചെയ്യുന്നതോടുകൂടി ആ ഇൻസ്റ്റാളേഷൻ ബോക്സ് ക്ലോസ് ആയി പോകുന്നതാണ്. ഇനി നമുക്ക് ചെയ്ത പ്രോസസ്സ് കംപ്ലീറ്റഡ് ആണോ അല്ല എന്നറിയാൻ ജസ്റ്റ് ഒരു ടെസ്റ്റ് പേജ് പ്രിൻറ്റ് ചെയ്ത് നോക്കാം. അപ്പോൾ അതിന് ആദ്യം വേണ്ടത് കൺട്രോൾ പാനൽ ഓപ്പൺ ചെയ്യുക. അതിലാണ് നമുക്ക് ടെസ്റ്റ് പേജ് കൊടുക്കാനുള്ളത്. അല്ലെങ്കിൽ എന്തെങ്കിലും ഡോക്യുമെൻറ്റ് നിങ്ങൾക്ക് ഓപ്പൺ ചെയ്തുകൊണ്ട് കൊടുക്കാം.
ഏറ്റവും സിമ്പിളായിട്ടുള്ള രീതിയിൽ കൺട്രോൾ പാനൽ ഓപ്പൺ ചെയ്യുക. അതിൽ കാണുന്ന ഡിവൈസസ് ആൻഡ് പ്രിൻറ്റേഴ്സ് എന്ന ഓപ്ഷൻ ഉണ്ടാവും. അത് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുന്നു. അപ്പോൾ അത് ക്ലിക്ക് ചെയ്യുമ്പോൾ ഡിവൈസ് ആൻഡ് പ്രിൻറ്റേഴ്സ് എന്ന ഓപ്ഷന് ഓണായി വരും. ഇവിടെ ഞാൻ കുറേ പ്രിൻ്ററുകൾ കണക്ട് ചെയ്തിട്ടുണ്ട്, അതുകൊണ്ടാണ് ഇവിടെ ലിസ്റ്റ് കാണിക്കുന്നത്. നിങ്ങൾ അത്രയൊന്നും ലിസ്റ്റ് ഉണ്ടാവില്ല. കണ്ടില്ല, ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും Canon G3010 സീരീസ് എന്ന് പറഞ്ഞാൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ജസ്റ്റ് ആ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് റൈറ്റ് ബട്ടൺ നോക്കി പ്രിൻ്റർ പ്രോപ്പർട്ടീസ് എന്ന് ക്ലിക്ക് ചെയ്താണ് പ്രിൻ്റ് ടെസ്റ്റ് പേജ് എന്ന് ക്ലിക്ക് ചെയ്യുന്നതോടുകൂടി നമ്മുടെ കമ്പ്യൂട്ടറിൽ നിന്നും പ്രിൻ്ററിലേക്ക് ഒരു കമാൻഡ് പോകുന്നതാണ്. അങ്ങനെ പ്രിൻ്റ് ടെസ്റ്റ് ചെയ്ത് വരുന്നത് കാണാൻ സാധിക്കും നിങ്ങൾക്ക്. കണ്ടില്ലേ? അപ്പോൾ നമ്മൾ ചെയ്ത പ്രോസസ്സ് ഏകദേശം കംപ്ലീറ്റഡ് ആണ് എന്നുള്ളതാണ് ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്. ഇതേപോലെ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ ഇഷ്ടം വിചാരിക്കുന്നു. സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഫോളോ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. അപ്പോൾ ഓക്കെ, ബൈ.